ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ക്ലേ കൊണ്ട് ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ എന്താ ഐറ്റം എന്ന് വെച്ചാൽ നമ്മൾ ക്ലേ കലണ്ടർ ഉണ്ടാക്കാൻ പോവാണ്. ഈ വീഡിയോയിൽ ഞാൻ പെയിൻ്റ് അടിക്കുന്നത് കാണിക്കുന്നില്ല, കാരണം ഉണങ്ങാൻ കുറേ ഡേയ്സ് ആവും. എനിക്ക് നേരത്തെ നമ്മളൊരു ട്രിങ്കറ്റ് ഡിഷ് ഉണ്ടാക്കിയില്ലേ, അത് 2 ദിവസം വച്ചിട്ടാണ് നമുക്ക് ഉണങ്ങി കിട്ടിയത്. അപ്പോൾ ഇത് ഈ വീഡിയോയിൽ തന്നെ ആക്കാൻ പറ്റില്ല, മറ്റേ പെയിൻ്റ് അടിക്കുന്നത് ഇടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വേറെ വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ നമ്മൾ ക്ലേ എടുക്കുക, വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യണം. പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാം. പിന്നെ ഞാൻ ഇത് എൻ്റെ ടേബിളിൽ വെച്ചാൽ ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പർ വെച്ചിട്ട് ചെയ്താൽ കുറച്ചും കൂടി ഇതായി കിട്ടും. അത് നമ്മളതിൻ്റെ കട്ടയൊക്കെ എൻ്റെ ഞാൻ ഉണ്ടാക്കിയ ക്ലേ ആയതുകൊണ്ട് കട്ടയായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. പിന്നെ മഴയായത് കാരണം എനിക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട്. ജലദോഷവും ചെറിയ കോൾഡൊക്കെ ഉണ്ട്. നമുക്ക് നേരെ പ്രോസസ്സിലോട്ട് പോവാം. ഗൈസ്, ഇത് എത്ര നോക്കിയിട്ട് അങ്ങോട്ട് ഷേപ്പ് കിട്ടില്ല. പക്ഷേ നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണുമ്പോൾ നല്ലത് കിട്ടൂലേ. ആ കൊണ്ടുവന്ന് വെച്ചേക്കണത് വെള്ളമാണ്. എൻ്റെ അനിയത്തി അതിൻ്റെ ഉള്ളിൽ സ്റ്റിക്കർ ഒട്ടിച്ചു സ്പ്രിംഗ് ഡ്രസ്സിൻ്റെ കുപ്പിയാണ്. ഇത് ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് ഒരു പെൻഗ്വിൻ ഉണ്ടാക്കാനാണ്. വന്ന് അതിപ്പോൾ പെൻഗ്വിനായോ അതോ പ്രേതത്തിൻ്റെ ചിലപ്പോൾ ലുക്കായോ എന്ന് അറിഞ്ഞില്ല. അപ്പോൾ ഞാൻ ആ റൂട്ടൊന്ന് വളച്ച് നമ്മൾ ഗോസ്റ്റ് കലണ്ടർ ഉണ്ടാക്കാൻ പോവാണ്. ഞാനത് പെയിൻ്റ് അടിക്കുന്ന വീഡിയോ ഇതിനകത്ത് ഇടില്ല പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ വേറെ വീഡിയോയിൽ ഞാൻ ഗോസ്റ്റിൻ്റെ കുറച്ച് റെഫറൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടും. എന്താ ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ്. ഇനി അതിൻ്റെ ഉള്ളിൽ നമ്മൾ വരഞ്ഞ് കാർവ് ചെയ്ത് സെറ്റാക്കി എടുക്കണം. നമ്മൾ ആദ്യം വെള്ളം കൊണ്ട് ഈ ഷേപ്പൊക്കെ ആക്കി എടുക്കണം. അപ്പോൾ കാണുമ്പോൾ മനസ്സിലായി, പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കുക. പിന്നെ എൻ്റെ കയ്യിൽ കാർവിങ് ടൂളൊന്നുമില്ല. അപ്പം ഞാൻ നമ്മളെ ഈർക്കിളി സ്ലൈഡ് ഉണ്ടാവില്ലേ, അത് നമ്മൾ വളച്ച് വലുതാക്കി ആ ഷേപ്പിൽ വേണ്ട അതിൻ്റെ ബാക്ക് ഭാഗം കൊണ്ടാണ് ഞാൻ അതിൻ്റെ ഉള്ളിലൊക്കെ കാർവ് ചെയ്ത് എടുക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ നടക്കുമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ ഇത് ക്യാമറ ചെറുതായിട്ട് ചെരിഞ്ഞിരിക്കണ്ടാവും. അത് കാർവ് ചെയ്ത് ഞാൻ ആ വരച്ചേക്കണതൊക്കെ ഒന്ന് എടുത്ത് കാണിക്കുമ്പോൾ ആ ഷെയ്ക്കാവും. അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. കട്ട് ചെയ്ത് കളയാൻ പറ്റുന്നതൊക്കെയാണ് ഞാൻ കട്ട് ചെയ്ത് കളയാക്കണ്ട. അപ്പോൾ ഷെയ്ക്കായത് ഞാൻ ആ സൈഡിൽ കാണുന്ന ഒരു സ്റ്റാൻഡ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്താണ് ഈ ഫോണൊക്കെ വെക്കണത്. അപ്പോൾ അത് കാരണം ചെറിയ ഒരു ഷേക്കിങ്ങൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നേരെ വീഡിയോ കാണണം. ചില സമയം കണ്ട കാർവ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഷേപ്പാക്കി എടുക്കണം.